ചേരുന്നുണ്ട്. ആൻമരിയ, ഗുഡ് മോർണിംഗ്. പ്രതിപക്ഷ നേതാവ് പത്രിക നൽകുന്ന ദിവസം കൂടിയാണ് ഇന്ന്. ഒപ്പം മറ്റ് ഏതൊക്കെ പ്രധാനപ്പെട്ട നേതാക്കൾ ഇന്ന് മധ്യ കേരളത്തിൽ പത്രിക നൽകുന്നുണ്ട്? എന്തൊക്കെയാണ് വിവരങ്ങൾ ആൻമരിയ? ഉന്മേഷ്, കഴിഞ്ഞ ദിവസം ഏറെക്കുറെ മുഴുവൻ സ്ഥാനാർത്ഥികളും നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുണ്ടായിരുന്നു. ഇന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നാമനിർദ്ദേശ പത്രിക നൽകുകയാണ്. അതോടൊപ്പം തന്നെ മൂവാറ്റുപുഴ, പിറവം മണ്ഡലങ്ങളിൽ, വൈപ്പിൻ മണ്ഡലങ്ങളിലെ LDF സ്ഥാനാർത്ഥികളും ഇന്നാണ് നാമനിർദ്ദേശ പത്രിക നൽകുന്നത്. കഴിഞ്ഞ ദിവസം അവസാനത്തോടുകൂടി അവസാനഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച UDF സ്ഥാനാർത്ഥികളിൽ ഒട്ടുമിക്ക ആളുകളും ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ന് നാമനിർദ്ദേശ പത്രിക ഇന്നാണ് നൽകുന്നത് എന്നുള്ളതാണ്. രാവിലെ 11:00-ഓടുകൂടിയാണ് അദ്ദേഹം നാമനിർദ്ദേശ പത്രിക നൽകുന്നത്. പറവൂർ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയാണ് വി ഡി സതീശൻ. ഏകദേശം ഒരു 11:30-ഓടുകൂടി പറവൂർ അഡീഷണൽ തഹസിൽദാറിന്റെ മുൻപാകെയാണ് ഈ നാമനിർദ്ദേശ പത്രിക നൽകുന്നത്. വി ഡി സതീശനും അതോടൊപ്പം തന്നെ അവിടെയുള്ള UDFന്റെ മറ്റ് ആളുകളുമൊക്കെ ആയിട്ട് കാൽനടയായിട്ടാണ് അദ്ദേഹം ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എത്തുന്നത്. അതോടൊപ്പം തന്നെ വൈപ്പിൻ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള MB ഷൈനി, പിറവം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സാബു ജേക്കബ്, മൂവാറ്റുപുഴ മണ്ഡലം LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള N അരുൺ, ഇവരും ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകുകയാണ്. കഴിഞ്ഞ ശനിയാഴ്ചയോടുകൂടി തന്നെ പെരുമ്പാവൂർ, കൊച്ചി മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടും മുഴുവനായിട്ട് എറണാകുളത്ത് നോക്കുകയാണ് എങ്കിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് അത് പെരുമ്പാവൂർ മണ്ഡലത്തിലും അതോടൊപ്പം തന്നെ കൊച്ചി മണ്ഡലത്തിലുമായിരുന്നു. അതിൽ കൊച്ചി മണ്ഡലത്തിലെ മുഴുവൻ സ്ഥാനാർത്ഥികളും ഇതിനോടകം തന്നെ നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുണ്ട്. പെരുമ്പാവൂർ മണ്ഡലത്തിലെ മനോജ് ഇന്നാണ് നാമനിർദ്ദേശ പത്രിക, UDF സ്ഥാനാർത്ഥിയാണ് മനോജ്, ഇന്നാണ് നാമനിർദ്ദേശ പത്രിക നൽകുന്നത് എന്നാണ് അറിയാനായിട്ട് സാധിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ശനിയാഴ്ച നാമനിർദ്ദേശ പത്രിക അദ്ദേഹം നൽകിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് അവസാന തീയതി അതുകൊണ്ട് തന്നെ ഇന്ന് അദ്ദേഹം നാമനിർദ്ദേശ പത്രിക നൽകാൻ വേണ്ടിയിട്ട് എത്തുകയാണ്. എൽദോസ് കുന്നപ്പള്ളിയും ഈ നാമനിർദ്ദേശ പത്രിക നൽകുന്നതിന് സമയത്ത് കൂടെ ഉണ്ടായിരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഇന്നലെയോടുകൂടി തന്നെ മുഴുവൻ പിണക്കങ്ങളും, പെരുമ്പാവൂർ മണ്ഡലത്തിലെ മുഴുവൻ പിണക്കങ്ങളും അവസാനിപ്പിച്ച് ഒത്തൊരുമയോടുകൂടി പ്രചാരണത്തിനായിട്ട് അവർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെയും ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകുകയാണ്. അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ, മധ്യകേരളത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് നാമനിർദ്ദേശ പത്രിക അവസാന ഘട്ടത്തിലായിട്ട് എല്ലാ സ്ഥാനാർത്ഥികളും ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകുകയാണ്. ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധ വരുന്നത് പറവൂർ മണ്ഡലത്തിലേക്ക് തന്നെയായിരിക്കും. പറവൂർ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നാമനിർദ്ദേശ പത്രിക നൽകുന്നു എന്നുള്ളത് തന്നെയാണ് മധ്യകേരളത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ടും ഈ ശ്രദ്ധ ചെല്ലുക. ഉന്മേഷ്, കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത് ആൻമരിയ സണ്ണിയാണ്. നമ്മൾ പോകുന്നത് കോഴിക്കോടേക്കാണ്. അവിടെ അനീഷ് ദേവസിയുണ്ട്. അനീഷ്, ഗുഡ് മോർണിംഗ്. വടക്കൻ കേരളത്തിലെ ഒരു സ്ഥിതി എങ്ങനെയാണ്? എത്ര പേർ? കഴിഞ്ഞ ദിവസം തന്നെ കുറേ പേരൊക്കെ എന്തായാലും ശനിയാഴ്ച തന്നെ നാമനിർദ്ദേശ പത്രിക നൽകിയിരുന്നു. ഇനി ഏതൊക്കെ പ്രമുഖ സ്ഥാനാർത്ഥികളാണ് ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകാനുള്ളത്? ഉന്മേഷ്, ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. വടക്കൻ കേരളത്തിലെ ഏതായാലും ഇത്തവണ പ്രവചനാതീതമായ ഒരു മത്സരമാണ് നടക്കുന്നത്. എല്ലാ മുന്നണികളും പ്രചാരണം ശക്തമാക്കിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കൺവെൻഷനുകളും സജീവമായിരിക്കുകയാണ്. ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന ദിവസമാണ്. ഇന്ന് പ്രധാന വ്യക്തികൾ മലബാർ മേഖലയിൽ ഇന്ന് പത്രിക സമർപ്പിക്കുന്നത് എലത്തൂർ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി AK ശശീന്ദ്രൻ, അതുപോലെ ബേപ്പൂർ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി PV അൻവർ, അതുപോലെ പേരാമ്പ്ര മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഫാത്തിമ തഹ്ലിയ, അതുപോലെ തന്നെ BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് പ്രകാശ് ബാബു തുടങ്ങിയവർ ഇന്ന് പത്രിക സമർപ്പിക്കും. കോഴിക്കോട് സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് ജില്ലയിൽ 39 പേരാണ് ശനിയാഴ്ച പത്രിക സമർപ്പിച്ചിരുന്നത്. അതായത് കോഴിക്കോട് നോർത്തിൽ 4 പേര്, കോഴിക്കോട് സൗത്ത് 1, ബേപ്പൂർ 2, എലത്തൂർ 3, കുന്നമംഗലം 3, കൊടുവള്ളി 3, തിരുവമ്പാടി 4, ബാലുശ്ശേരി 4, കൊയിലാണ്ടി 3, വടകര 3, കുറ്റ്യാടി 2, പേരാമ്പ്ര 2, നാദാപുരം 4 എന്നിങ്ങനെയാണ് കഴിഞ്ഞ ദിവസം പത്രിക സമർപ്പിച്ചിരുന്നത്. ബാക്കിയുള്ള സ്ഥാനാർത്ഥികളോടെ ഇന്ന് പത്രിക സമർപ്പിക്കുന്നതോടെ മത്സരം ശക്തമാകും. ഇത്തവണ വടക്കൻ മേഖലകൾ ഏതായാലും ഇലക്ഷൻ വലിയ രീതിയിൽ ശക്തമാകുന്നത് തന്നെ ഉറപ്പാണ്. കാരണം വടക്കൻ മേഖലയിലാണ് എല്ലാവരും ഇപ്പോഴത്തെ തവണ പ്രതീക്ഷ വയ്ക്കുന്നത്. കാരണം LDFന്റെ ഒരു ഉറച്ച കോട്ടയാണ്. ഈ കോട്ട നിലനിർത്തിയാൽ മാത്രമേ LDFന് ഒരു തുടർ ഭരണത്തിലേക്ക്, അധികാരത്തിലേക്ക് എത്താൻ കഴിയൂ. അതേസമയം ഈ വടക്കൻ മേഖലകളിൽ കൂടുതൽ മേഖലയിൽ സീറ്റ് പിടിച്ചാൽ മാത്രമാണ് UDFന് അധികാരത്തിൽ എത്താൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഈ മേഖലയിൽ മത്സരം ശക്തമാണ്. അതുപോലെ തന്നെ UDFന്റെ ഒരു പ്രചരണ പരിപാടികൾക്കായി 25-ാം തീയതി രാഹുൽ ഗാന്ധി കോഴിക്കോട് എത്തുകയും ചെയ്യുന്നുണ്ട്. ഉന്മേഷ്, ക്രിസ്റ്റീന. ശരി, വടക്കൻ കേരളത്തിൽ നിന്നുള്ള വിശദാംശങ്ങളുമായി ചേരുകയായിരുന്നു അനീഷ് ദേവസ്യ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.